ദൈവനാമം മഹത്വപ്പെടട്ടെ. ആദ്യമായി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി ഈ ആൾത്താരിൽ നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ ഒരുക്കിയ എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അജി സനേഷ്. ഞാൻ UK നിന്നാണ് വരുന്നത്. നാട്ടിൽ ഇവിടെ ചാലക്കുടി, കൊരട്ടി, വാളൂർ ഇടവാംഗമാണ്. ഞാൻ UK 2022 സീനിയർ കെയർ വിസയിലാണ് ആദ്യമായി പോകുന്നത്. അങ്ങനെ 2022 ഞാൻ സീനിയർ കെയർ വിസയിൽ UK എത്തുകയും അവിടെ ചെന്ന് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. കെയറായിട്ടാണ് ആദ്യം വർക്ക് ചെയ്തത്. 6 മാസത്തോളമാണ് ഞാൻ കെയറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ. അത് കഴിയുമ്പോഴേക്കും അവരെനിക്ക് മെഡിക്കേഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് ട്രെയിനിങ് കമ്മ്യൂണിറ്റി ലീഡർ എന്ന പോസ്റ്റ് തന്ന് മെഡിക്കേഷൻ ട്രെയിനിങ് തരികയും ഞാൻ മെഡിക്കേഷൻ കൊടുക്കുകയും ചെയ്തു. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ UK പുതിയൊരു നിയമം വരികയും 1 വർഷത്തോളം കെയർ ഹോമിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എലിജിബിൾ ആണെങ്കിൽ കെയർ ഹോമിൽ നിന്ന് അവർ ഒരു ലെറ്റർ തരികയും എനിക്ക് നേഴ്സ് ആവാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അവർ എന്നോട് പറഞ്ഞ് നേഴ്സ് ആക്കാം. അതുകൊണ്ട് അജിയുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തോ. ഞാൻ NMCയുടെ എൻ്റെ ഓൺലൈൻ സൈറ്റിൽ എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. OSCE CBT 2 എക്സാം എനിക്ക് പാസ്സാകാനുണ്ടായിരുന്നു. ഞാൻ OSCE എക്സാം 2023 നവംബറിലാണ് OSCE എക്സാം ആദ്യമായിട്ട് എഴുതാൻ പോയത്. അവിടെ വെച്ചാണ് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് OSCE എക്സാമിന് പോകാൻ നിൽക്കുമ്പോൾ അവളിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളതാണ്. അവളുടെ കയ്യിൽ നേർച്ച വസ്തുക്കളുണ്ടായിരുന്നു. അവളെനിക്ക് ഉപ്പ് തരികയും എന്നോട് പറഞ്ഞു, നീ പേടിക്കേണ്ട, ഓൺലൈനിൽ ലൈറ്റ് ക്യാൻഡി പ്രെയർ റിക്വസ്റ്റ് ഇടണം. അതുപോലെ തന്നെ ഈ ഉപ്പ് കയ്യിൽ കരുതി എക്സാം ഹാളിൽ ചെന്ന് നമ്മൾ എക്സാമിനിരിക്കുമ്പോൾ അതിൻ്റെ ചെയറിൻ്റെ താഴെ ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഈ ഉപ്പിടുകയും ഈ ഉപ്പിൽ നിന്ന് ഒരു നുള്ളി നീ വെള്ളത്തിലിട്ട് കുടിക്കുകയും ചെയ്യുക. ബാക്കിയെല്ലാം അമ്മ മാതാവ് കാത്തുകൊള്ളും. അങ്ങനെ ഞാൻ എക്സാം പോയി. ഞാൻ വിചാരിച്ച് ഞാനെല്ലാം പഠിച്ച് ഞാൻ ക്വാളിഫൈഡ് ആണെന്ന് വിചാരിച്ചു. അവിടെ ചെന്നു. പക്ഷെ എനിക്കൊന്നും തന്നെ എഴുതാനോ പഠിക്കാനോ കിട്ടിയില്ല. എല്ലാത്തിനും ഞാൻ 10 സ്റ്റേഷനും ഫെയിലാവുമെന്ന് വിചാരിച്ചു. അവരൊരു മോഡൽ എക്സാം എടുത്തു. അതിൽ 6 സ്റ്റേഷൻ ഞാൻ പാസ്സായുള്ളൂ. അപ്പോൾ എനിക്ക് ഉറപ്പായി ഞാൻ മിക്കവാറും 10 സ്റ്റേഷനിൽ 5 സ്റ്റേഷനും ഫെയിലായി തിരിച്ചു വരേണ്ടി വരും. ഞാൻ ആകെ ടെൻഷൻ അടിച്ചു. ഞാൻ അമ്മ മാതാവിന് എന്നും 5:30 പ്രാർത്ഥന, അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാറുണ്ട് തിരി കത്തിച്ച് വെച്ച്. അങ്ങനെ ഞാൻ എക്സാം ഹാളിൽ ചെന്നു. എക്സാമിനിരുന്നു. ഓരോരുത്തർക്കും ഓരോ സെക്ഷനിലാണ് എക്സാം. എനിക്ക് തന്ന ചെയറിൻ്റെ കീഴിലായി ഞാൻ അവൾ തന്ന ഉപ്പിൻ്റെ ഒരു ലേശം ഇടുകയും ബാക്കി ഉപ്പ് എൻ്റെ പോക്കറ്റിലിട്ട് ഞാനത് ഓരോ സ്റ്റേഷൻ കഴിഞ്ഞിറങ്ങുമ്പോഴും ഞാനത് വെള്ളത്തിലിട്ട് കുടിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ എൻ്റെ 10 സ്റ്റേഷനും കംപ്ലീറ്റായി ഞാൻ തിരിച്ചു വന്നു. എക്സാം എനിക്ക് ടഫായിരുന്നു, വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം റിസൾട്ട് വന്നു. എക്സാമിന് 10 സ്റ്റേഷനും ഞാൻ പാസ്സായി. അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല. അന്ന് ഞാൻ വിചാരിച്ചു ഞാൻ നാട്ടിൽ വരുമ്പോൾ എങ്ങനെയായാലും ഇവിടെ വരും, ഉടമ്പടി വന്ന് എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ 2024 ഞാൻ ഇവിടെ വന്നു, നാട്ടിൽ വന്നു. ഞാൻ എൻ്റെ OSCEയും CBTയും എല്ലാ എക്സാം പാസ്സായി. പക്ഷേ അവർ പിൻ നമ്പറിനെ കുറിച്ച് എനിക്കൊന്നും തന്നെ എന്നോട് പറഞ്ഞില്ല. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ 2024 മെയ് മാസം നാട്ടിൽ വരികയും എൻ്റെ മക്കളുടെ ആദ്യ കുർബാന സ്വീകരണത്തിനാണ് വന്നത്. അപ്പോൾ 2 പേരുടെ ആദ്യ കുർബാന സ്വീകരണം നല്ല രീതിയിൽ നടന്നു. അപ്പോൾ ഞങ്ങളെ അച്ഛൻ പറയും പോലെ ചില ആൾക്കാർ ഇവിടെ ടൂറ് പോകുമ്പോൾ കയറുന്ന പോലെ ഞാനും ഇവിടെ വന്ന് കയറി. ഞങ്ങൾ ഇവിടെ ടൂറ് പോകാൻ വന്നതാണ്, ബോട്ടിങ്ങിന്. അങ്ങനെ തിരിച്ചു പോകുമ്പോഴാണ് ഇവിടെ വന്ന് കയറിയത്. എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല, ഭയങ്കര തിരക്കായിരുന്നു. ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് പോകാം, പിന്നെ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് വരാൻ പറ്റിയില്ല. ഞാൻ പക്ഷേ പിന്നമ്മനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോയി. പക്ഷേ ഒന്നും നടന്നില്ല. അവരെന്നോടൊന്നും ഒരു ഉറപ്പും പറഞ്ഞില്ല. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഞാൻ 2024 ഒക്ടോബർ അവസാനമായപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അജി OET എക്സാം എഴുതണം എന്ന് നവംബറിൽ പറഞ്ഞു എന്നോട്. ഞാൻ OET ഇതുവരെ എഴുതിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആകെ ടെൻഷനായി പോയി. OET എക്സാം ആകെ ഇനി 1 വർഷം കൂടെ എൻ്റെ മുന്നിലുള്ളൂ. ആ 1 വർഷം കഴിഞ്ഞാൽ എൻ്റെ OSCEയുടെ വാലിഡിറ്റി തീരും. അതിനുള്ളിൽ എനിക്ക് പിൻ നമ്പർ കിട്ടിയില്ലെങ്കിൽ ഞാൻ ആദ്യം മുതൽ എല്ലാ 3 എക്സാമുകളും വീണ്ടും എഴുതേണ്ടതായിട്ട് വരും. ഞാനപ്പോൾ വീണ്ടും വിചാരിച്ചു OET പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ 2024 ഞാൻ OET ഓൺലൈൻ ക്ലാസ് എടുത്ത് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. മാർച്ചിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ 2025 ഫെബ്രുവരി 17-ാം തീയതി 2 കൽപ്പിച്ച് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അങ്ങനെയല്ല. ഞാനതിൽ ഒരുപാട് യൂട്യൂബുകൾ ഞാൻ കണ്ടു, ഓൺലൈനിനെ കുറിച്ച് ഒരുപാട് സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടു. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ കയ്യിൽ തിരി ഉണ്ടായിരുന്നു, പക്ഷേ ഉപ്പും തേനും ഉണ്ടായിരുന്നു. തൈലം എൻ്റെ കയ്യിലുണ്ടായാലും ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത കാരണം എനിക്കത് കിട്ടിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ
പ്രാർത്ഥന തുടങ്ങി. എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങി. അവിടെ എനിക്കൊരു മലയാളി സിസ്റ്ററിനെ എനിക്ക് കൂട്ടുകിട്ടി. ആ സിസ്റ്റർ അവിടെ അന്ന് ഒക്ടോബർ മാസത്തിൽ അങ്ങോട്ട് വന്നതാണ്. ആ സിസ്റ്റർ എന്നോട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുകയും എന്നോട് എല്ലാ ദിവസവും പള്ളി വരാൻ പറയുകയും ചെയ്തു. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും പള്ളി വരികയും 2 ആഴ്ച അല്ലെങ്കിൽ മാക്സിമം 1 മാസത്തിനുള്ളിൽ കുമ്പസാരിക്കാനും തുടങ്ങി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ നൈറ്റ് ഷിഫ്റ്റാണ് ചെയ്യുന്നത്. നൈറ്റ് ഷിഫ്റ്റിൽ ബ്രേക്കിൻ്റെ സമയത്തൊക്കെ ഞാൻ തിരിവെത്തിച്ച് വെച്ച് കണ്ണീരോടെ ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ഒന്നെങ്കിൽ ഞാൻ OIT എഴുതി പാസ്സാവണം, അല്ലെങ്കിൽ എനിക്ക് അവർ ലെറ്റർ തന്ന് ഞാൻ നഴ്സാവണം. ഇതായിരുന്നു എൻ്റേത്. കാരണം അവരെല്ലാവരും ഞാൻ മാത്രമായി, ബാക്കി എല്ലാവരും അവർ എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കി. എന്നെ മാത്രം അവർക്ക് ഒഴിവാക്കാൻ പറ്റാതെ വന്നു. അപ്പം ഞാൻ അങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അവരെന്നോട് പറഞ്ഞു എക്സാം എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്നെ വന്ന് കാണാൻ പറഞ്ഞു. ഞാനങ്ങനെ എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് അവരുടെ അടുത്ത് ചെന്നു. അവരോട് പറഞ്ഞു ഞാൻ അങ്ങനെ എക്സാം എഴുതിയിട്ടുണ്ട്, ഡേറ്റും പറഞ്ഞു. അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് എക്സാമിന് 2 നല്ല മാർക്ക്, 2 എനിക്ക് മാർക്ക് കുറവായിരുന്നു. അപ്പോൾ എനിക്കൊരു ടെൻഷനായി. 3 കിട്ടുമായിരുന്നെങ്കിൽ എനിക്ക് എങ്ങനെയും പറയാമായിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചു. അപ്പോൾ അമ്മ മാതാവ് എന്നോട് പറഞ്ഞു പോയി പറയും. ഞാനങ്ങനെ അവരുടെ അടുത്ത് പോയി മാനേജ്മെൻറ്റ് ഞാൻ പറഞ്ഞു എനിക്ക് 2 കിട്ടിയിട്ടുള്ളൂ, 2 ഇതാണ് സ്കോർ എന്നും പറഞ്ഞു. അവരെന്നോട് പറഞ്ഞു ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് അജിക്ക് മെയിൽ അയക്കാമെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു പോന്നു. പക്ഷേ ഒരാഴ്ചയായിട്ട് എനിക്കൊന്നും തന്നെ ഒരു മെയിലും വന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വീണ്ടും OITക്ക് എക്സാം ഡേറ്റ് എടുക്കാം, വേറെ എൻ്റെ മുന്നിൽ ഒരു ഓപ്ഷനുമില്ല. ഞാനങ്ങനെ OITയുടെ എക്സാം 2ാമത് എടുത്തു. പക്ഷേ അതിനിടയ്ക്ക് അവരെനിക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് മെയിൽ അയച്ചു, അജി എന്നെ വന്ന് കാണണം, അജിയോട് ഞങ്ങൾക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആ മെയിലിന് റിപ്ലൈ ഞാൻ ഇവിടെ സാക്ഷ്യത്തിൽ കേട്ടിട്ടുണ്ട്, എല്ലാവർക്കും ഉടമ്പടി ധ്യാനങ്ങൾ കഴിയുമ്പോഴാണ് ഓരോരോ സൗഖ്യങ്ങളും അനുഗ്രഹങ്ങളും ലഭിച്ചുകൊണ്ടിരുന്നത്. ഞാനും വിചാരിച്ചു ഒരു ചൊവ്വാഴ്ച എനിക്കും ഉടമ്പടി ധ്യാനം കഴിയുമ്പോൾ എന്നോട് നല്ലൊരു പോസിറ്റീവ് ഒരു ആൻസർ പറയുമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഉണ്ടായില്ല. പക്ഷേ ബുധനാഴ്ചയാണ് എൻ്റെ എല്ലാ അതും നടന്നു കിട്ടിയത്. എനിക്കൊരു ബുധനാഴ്ചയാണ്. പിറ്റേ ദിവസമാണ് ഞാൻ അവരെ കണ്ടു. അവരെന്നോട് പറഞ്ഞു പിൻ നമ്പറിൻ്റെ കാര്യത്തിലുള്ള പ്രോസസ്സിങ് അജി സ്റ്റാർട്ട് ചെയ്തു, അജി ഇനി എക്സാം എഴുതേണ്ട ആവശ്യമില്ല. ഞാനങ്ങനെ പിൻ നമ്പറിൻ്റെ കാര്യങ്ങൾ തുടങ്ങി. വീണ്ടും എൻ്റെ മെയ് മാസമായപ്പോൾ 2025 മെയ്യിൽ എൻ്റെ ആദ്യത്തെ ഉടമ്പടി തീർന്നു. 2ാം പ്രാവശ്യം ഞാൻ വീണ്ടും ഓൺലൈനിൽ ഉടമ്പടി എടുക്കാൻ നോക്കിയിട്ട് എനിക്ക് സാധിച്ചില്ല. എപ്പോഴും സൈറ്റിൽ ബ്ലോക്കാണ്, എനിക്കത് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, അവിടെയുള്ള സിസ്റ്റർ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സിസ്റ്റർ വെറുതെ എന്നോട് പറഞ്ഞു ചിലപ്പോൾ അജിക്ക് നേരിട്ട് എടുക്കാനായിരിക്കും യോഗം, അതുകൊണ്ടായിരിക്കും അങ്ങനെ ഓൺലൈനിൽ കിട്ടാത്തതെന്ന്. അങ്ങനെ സിസ്റ്റർ ഒരു ദിവസം എനിക്ക് വാട്സപ്പിൽ അയച്ചു അച്ഛൻ ഓഗസ്റ്റിൽ UK വരുന്നുണ്ട്, ഓഗസ്റ്റ് 6, 7, 8 ദിവസങ്ങളിൽ അച്ഛൻ്റെ ധ്യാനം അവിടെയുണ്ടെന്ന്. ഞാൻ അതിൽ വേഗം തന്നെ അത് കയറി ബുക്ക് ചെയ്തു. അങ്ങനെ ആദ്യമായി ഞാൻ ഓൺലൈൻ ഡയറക്റ്റ് ഉടമ്പടി അവിടെ UK അച്ഛനവിടെ വന്ന് അവിടെ നിന്ന് ഞാൻ എടുത്തു. അങ്ങനെ ഉടമ്പടി ഞാൻ പുതുക്കി. വീണ്ടും എൻ്റെ പിൻ നമ്പറിൻ്റെ അത് വീണ്ടും സ്ലോ ആണ്, എൻ്റെ പ്രോസസ്സിങ് മുന്നോട്ട് നീങ്ങുന്നില്ല. ഈ ഉടമ്പടി നമ്മൾ എടുത്തതിന് ശേഷമാണ് വീണ്ടും എൻ്റെ പ്രോസസ്സിങ് സ്പീഡപ്പ് ആയത്. എൻ്റെ ID ചെക്കിങ് എല്ലാം കംപ്ലീറ്റായി. ഞാൻ സാക്ഷ്യം എപ്പോഴും കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു BEd കഴിഞ്ഞ ഒരു പുള്ളിക്കാരി ഇവിടുന്ന് സാക്ഷ്യം പറഞ്ഞു, ഈ ഓഗസ്റ്റ് 29 ഡേറ്റ് കലണ്ടറിൽ ഇങ്ങനെ പൊന്തി നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാനും ആഗ്രഹിച്ചു ഓഗസ്റ്റ് 29 ഡേറ്റിനായിരിക്കും എനിക്ക് പിൻ നമ്പർ വരുന്നതെന്ന്. ഞാനത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഓഗസ്റ്റ് 29 തന്നെ എനിക്ക് പിൻ നമ്പർ വന്നു എൻ്റെ മെയിലിൽ. അങ്ങനെ എനിക്ക് പിൻ നമ്പർ ലഭിച്ചു. ഞാൻ ആദ്യത്തെ എൻ്റെ ഉടമ്പടിയിൽ വെച്ച 6 സാക്ഷ്യങ്ങൾ 5 സാക്ഷ്യം എനിക്ക് 5 ആഗ്രഹങ്ങളും എനിക്ക് സാധിച്ചു കിട്ടി. പിന്നെ 2ാമത്തെ ഉടമ്പടിയിൽ വെച്ചതായിരുന്നു ഞാൻ എൻ്റെ ഒരു സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ. എൻ്റെ വീടിൻ്റെ അവിടെ എൻ്റെ വീടൊരു ചെറിയ വീടായിരുന്നു. അപ്പോൾ എനിക്കത് ഒന്ന് പുതുക്കി വലുതാക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഞാനത് 2ാമത്തെ ഉടമ്പടിയിൽ വെച്ചു. പക്ഷേ എനിക്ക് അമ്മ മാതാവ് തന്നത് വേറൊരു സ്ഥലം വാങ്ങി വീട് പണിയാനാണ്. ഞങ്ങൾ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കഴിഞ്ഞത്. അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് 12 സെൻറ്റ് സ്ഥലത്തോളം എനിക്ക് അമ്മ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. ഞാൻ ഈ സാക്ഷ്യം പറയൽ കുറച്ച് നീട്ടി വെച്ചാലൊന്ന് വിചാരിച്ചതാണ്, ഏപ്രിൽ വരാം എന്ന് കരുതി. പക്ഷേ ഞാൻ ആദ്യം പ്രാർത്ഥിച്ചപ്പോൾ ഫെബ്രുവരിയിൽ തന്നെ സാക്ഷ്യം പറയണമെന്ന് വിചാരിച്ചത്. പക്ഷേ ഞാൻ വിചാരിച്ചു എൻ്റെ മക്കൾക്ക് അവധിയില്ല, എന്നാൽ പിന്നെ ഏപ്രിലേക്ക് മാറ്റി വയ്ക്കാം. പക്ഷേ അമ്മ മാതാവ് സമ്മതിച്ചില്ല. എൻ്റെ ഹെൽത്തിന് കുറച്ച് പ്രോബ്ലം ഉണ്ടായി, അതുകൊണ്ട് എനിക്ക് എമർജൻസിയായി നാട്ടിൽ വരേണ്ടി വന്നു. അങ്ങനെയാണ് ഞാനിപ്പോൾ സാക്ഷ്യം പറയാൻ അവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ ഹെൽത്തൊക്കെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എനിക്ക് ഇത്രയധികം അനുഗ്രഹം തന്ന എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എനിക്ക് ആദ്യമായി ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് കൃപാസന പത്രം കിട്ടിയില്ല. ഞാൻ അതിന് പകരമായിട്ട് അച്ഛൻ എപ്പോഴും പറയും നമ്മൾ പ്രാർത്ഥിക്കുന്നത് 20% ഉള്ളൂ, ബാക്കി മുഴുവൻ നമ്മുടെ പ്രവൃത്തിയിലാണ്, പ്രേക്ഷിത പ്രവർത്തനമാണ്. പക്ഷേ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ അവിടെ കുറേ ലിമിറ്റേഷൻ ഉണ്ട് UK.
ഞാൻ പക്ഷേ നമ്മൾ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഫുഡ് ഡൊണേറ്റ് ചെയ്യുന്ന അതിന് നമ്മൾ പൈസയുണ്ട്, അത് ചെയ്യാറുണ്ട്. പിന്നെ നാട്ടിൽ നിന്ന് അമ്മ വിളിക്കുമ്പോഴൊക്കെ അമ്മയോട് എന്തെങ്കിലുമൊക്കെ സഹായം ചോദിക്കുകയോ രോഗികളായി കിടക്കുന്നവർക്ക് കൊടുക്കാൻ പറയാറുണ്ട്. പക്ഷേ പ്രേക്ഷിത പത്രം എനിക്ക് കിട്ടാൻ ഒരു വഴിയുമില്ല. അങ്ങനെയാണ് എൻ്റെ മോൻ കാറ്റിസം പഠിക്കുന്ന അവിടെ നിന്ന് ഒരു ഇംഗ്ലീഷ് പത്രം എനിക്ക് കിട്ടി, കൃപാസന പത്രം കിട്ടി. ആ പത്രത്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് ഞാൻ എടുത്തു. എന്നിട്ട് ഞാനത് എല്ലാവർക്കും കൊടുത്തു, പള്ളിയിലും കൊടുത്തു. പള്ളിയിൽ നിന്ന് ഇംഗ്ലീഷുകാർക്കൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും കിട്ടിയ അനുഗ്രഹങ്ങളും പറഞ്ഞ് ഞാൻ അത് കൊടുത്തു. കൃപാസന ഇംഗ്ലീഷ് പത്രം ഞാൻ കൊടുത്തു, പ്രിൻ്റ് ഔട്ട് എടുത്തു കൊടുത്തു. അതുപോരാതെ ഞാൻ അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇംഗ്ലീഷിലുള്ളത് ഫോട്ടോ കോപ്പി ഓൺലൈനിൽ കയറിയെടുത്തു. അതുപോലെ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു ഓൺലൈനിൽ, അതും എടുത്ത് രണ്ടും കൂടെ ആക്കി ഞാനൊരു സൈഡിൽ കൃപാസന മാതാവിൻ്റെ ഇത് വെച്ച് ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നടന്ന് എല്ലായിടത്തും കൊടുത്ത്. എൻ്റെ പിൻ നമ്പറിൻ്റെ കാര്യം പ്രോസസ്സിംഗ് ഡിലേ ആകുമ്പോഴൊക്കെ ഞാൻ ഇത് വീണ്ടും ഫോട്ടോ കോപ്പി എടുത്ത് ഞാനിങ്ങനെ ഓരോ സ്ഥലത്തോടെ ഇങ്ങനെ നടന്ന് ഞാൻ പ്രാർത്ഥിച്ച് കൊന്ത ചൊല്ലി. എൻ്റെ കയ്യിൽ എപ്പോഴും കൃപാസന മാതാവിൻ്റെ ഈ കൊന്ത എൻ്റെ കയ്യിലുണ്ട്. ഈ കൊന്തയും ചൊല്ലി ഞാൻ എന്നും പ്രാർത്ഥിച്ച് നടക്കുമായിരുന്നു. അങ്ങനെ ഈ ഫോട്ടോ കോപ്പി എടുത്ത് എൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ അവിടെ കുറേ ഇംഗ്ലീഷുകാർക്ക് കൊടുത്തിട്ടുണ്ട്. കുറേ പേരൊക്കെ വാങ്ങിക്കും, കുറേ പേരൊക്കെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞാൻ ഈ രജിസ്ട്രേഷന് വേണ്ടി ഒരു ലോൺ അപ്ലൈ ചെയ്തിരുന്നു. ആ ലോണിന് എപ്പോഴും തടസ്സങ്ങളായിരുന്നു. ഞാൻ ലാസ്റ്റ് ഗോൾഡ് ഇത് വെച്ചിട്ടാണ് ഞാൻ സ്ഥലം രജിസ്ട്രേഷൻ എടുത്തത്. പക്ഷെ ലോൺ എന്നിട്ട് റെഡി ആവുന്നില്ല. എവിടെ പോയാലും ഞാൻ ഈ വെഞ്ചരിച്ച് ഉപ്പ് ഞാൻ ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ എക്സാം ഹാളിലായാലും എവിടെ ഏത് ഓഫീസിൽ ചെന്നാലും ഞാൻ ഈ വെഞ്ചരിച്ച് ഉപ്പിട്ട് ഈ കൊന്ത ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി ഇന്നലെ എനിക്ക് ലോൺ പാസ്സായി കിട്ടി. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സം, ആദ്യമൊക്കെ തടസ്സങ്ങളുണ്ട് എങ്കിലും പക്ഷേ ഈ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു തടസ്സവും കൂടാതെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. വെഞ്ചരിച്ച വസ്തുക്കൾക്ക് അത്രയും വെഞ്ചരിച്ച ഉപ്പിന് വളരെ ശക്തിയുണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, എല്ലാ ദിവസവും പള്ളിയിൽ പോയിരുന്നു, പക്ഷേ കുർബാനയ്ക്ക് കൂടിയിരുന്നില്ല. അതിന് അമ്മ മാതാവ് അയച്ചായിരിക്കാം എൻ്റെ ആ സിസ്റ്റർ വഴിയാണ് എന്നോട് പറഞ്ഞത്, ഞാൻ നൈറ്റ് ഡ്യൂട്ടി, നീ നൈറ്റല്ലേ ചെയ്യും, നിനക്ക് അപ്പോൾ കുർബാനയ്ക്ക് നിന്നിട്ട് പോകാമല്ലോ. ഞാൻ അങ്ങനെ കുർബാന സ്റ്റാർട്ട് ചെയ്തു. എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും അച്ഛനെ കാണാനും അച്ഛനോട് പ്രാർത്ഥന സഹായങ്ങൾ പറയാനും അച്ഛന് കൃപാസനത്തെക്കുറിച്ചും എല്ലാം ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ മാക്സിമം 1 മാസം കൂടുമ്പോഴൊക്കെ കുമ്പസാരിക്കാനും സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആത്മീയമായി വളരാനും എനിക്ക് സാധിച്ചു. ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായം 26-ാം തിരുവചനം. വിദൂരസ്ഥമായ ഒരു ജനതയ്ക്ക് അവിടുന്ന് ഒരു അടയാളം കാണിക്കും. ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവരെ ചൂളം വിളിച്ചു വരുത്തും. ഇതാ അതിവേഗം അവർ വരുന്നു. ആരും ക്ഷീണിച്ചിട്ടില്ല, ആരുടെയും കാലിടറുന്നില്ല. ഒരുവനും ഉറക്കം തൂങ്ങുകയോ ഉറങ്ങുകയോ ചെയ്യുന്നില്ല. ആരുടെയും അരക്കച്ച അയഞ്ഞു പോവുകയോ ചെരുപ്പിൻ്റെ വള്ളി പൊട്ടുകയോ ചെയ്യുന്നില്ല. പരിശുദ്ധ ദേവമാതാവിൻ്റെ പ്രത്യക്ഷീകരണ ഈ ആലയത്തിൽ വന്ന് അജി സനീഷ് വലിയ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഏറ്റുപറയുന്നത്. തികച്ചും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ ലഭിച്ചിട്ടുള്ള വലിയ വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഇന്ന് അജി ഈ അൾത്താരയിലേക്ക് കയറി വന്നിരിക്കുന്നത്. വലിയ ജീവിതഭാരങ്ങളെല്ലാം ലഘൂകരിച്ചു കൊടുത്ത പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ ഇവരുടെ കുടുംബത്തെ അനുഗ്രഹിച്ച ഒരു വലിയ സാക്ഷ്യമാണ്. അജി പറയുന്നത്, ഞാൻ 6 നിയോഗങ്ങൾ എഴുതി, എൻ്റെ 5 നിയോഗങ്ങളും സാധിച്ചു. ഓരോ പ്രാവശ്യവും തടസ്സങ്ങളുണ്ടായപ്പോഴെല്ലാം ഈശോയോട് ചോദിക്കുകയായിരുന്നു, എനിക്കെന്താണ് കുറവ്. അങ്ങനെ ഓരോ തവണയും ആ കുറവുകൾ ദൂരീകരിച്ചുകൊണ്ടാണ് ഈ മകൾ മുന്നോട്ട് കയറിയത്. പിൻ നമ്പർ കിട്ടുവാൻ ഒരു കെയർ ടേക്കറായി അവിടെ പോയ മകൾക്ക് ഇന്ന് UK-യിൽ രജിസ്റ്റേർഡ് നഴ്സിനുള്ള പിൻ നമ്പർ ലഭിച്ച്, അതുപോലെ തന്നെ ഒരു നല്ല ഭവനം വാങ്ങാനുള്ള ഭവനത്തിന് വേണ്ടിയുള്ള സ്ഥലവും അതിൻ്റെ രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞ് വളരെ സമാധാനത്തോടു കൂടിയാണ് ഈ മകൾ തിരിച്ചു പോകാൻ ഒരുങ്ങുന്നത്. മകൾ എപ്പോഴും മെറിറ്റിൽ ആശ്രയിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ കഴിവുകൊണ്ട്, എൻ്റെ പഠനം കൊണ്ട്, എൻ്റെ ക്വാളിഫിക്കേഷൻ കൊണ്ട് എനിക്കെല്ലാം നേടിയെടുക്കാമെന്ന് വിചാരിച്ച് പരീക്ഷകൾ അറ്റംപ്റ്റ് ചെയ്തിരുന്ന ഈ മകൾക്ക് മനസ്സിലായി, കൃപയില്ലെങ്കിൽ മെറിറ്റിന് ഉപകാരമില്ല, ഞാനൊരു ബിഗ് സീറോ ആണ്, ഈശോയുടെ മുന്നിൽ എനിക്ക് കൃപ ആവശ്യമാണെന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ വലിയ വെളിപ്പെടുത്തൽ ഉടമ്പടി ജീവിതത്തിലൂടെയാണ് ഈ മകൾക്ക് മനസ്സിലായത്.
അതുപോലെ തന്നെ ഓരോ പ്രാവശ്യവും തോൽക്കുമ്പോഴും ആ വിജിലേറ്റേഴ്സിനോട് ചെന്ന് സംസാരിക്കാനുള്ള ഒരു വലിയ ധൈര്യം, അത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ്. ഓരോന്ന് മനസ്സിലായി കഴിയുമ്പോൾ അതിനെക്കുറിച്ചുള്ള സംശയ ദൂരീകരണത്തിനുള്ള ഒരു ആത്മധൈര്യം എന്ന് പറയുന്നത് നമുക്ക് പരിശുദ്ധാത്മാവ് നൽകുന്നതാണ്. പരിശുദ്ധ അമ്മ തന്നെയാണ് നമുക്ക് വേണ്ടി മുൻപേ പോയി നമ്മുടെ എല്ലാ ഓടാമ്പലുകൾ തകർക്കുന്നതും നമുക്ക് പ്രവേശിക്കാനുള്ള ഒരു വലിയ അവസരം അമ്മ നമുക്ക് ഒരുക്കി നമുക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിക്കുന്നത്. എല്ലാ ടെസ്റ്റും കഴിഞ്ഞിട്ടും മകൾക്ക് ഈ പിൻ നമ്പർ കയ്യിൽ കിട്ടാതെ ഇരുന്നപ്പോഴാണ് ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ, നിനക്കൊരു കുറവുണ്ട്, ആ കുറവുകൾ ഒരു ആസ്തിയുടെ കുറവാണെന്ന് ഈ മകൾക്ക് മനസ്സിലായി. ഈശോയോടുള്ള ഒരു വലിയ പ്രോമിസാണ്, ഇനി ഞാൻ ഒരിക്കലും ദിവ്യബലി മുടക്കുകയില്ല. ഒരുപാട് മക്കളാണ് ഇപ്പോൾ ഈ അൽത്താരയിൽ വന്ന് ഞാൻ ദിവ്യബലി ഒരിക്കലും മുടക്കില്ല, എൻ്റെ 2 ആഴ്ചയിലുള്ള ഒരിക്കലുള്ള എൻ്റെ കുമ്പസാരം ഞാൻ ഒരിക്കലും മുടക്കുകയില്ല, അത് ഞാൻ എൻ്റെ ഈശോയോടുള്ള ഒരു വലിയ പ്രോമിസായി പല മക്കളും ഇവിടെ ഒന്ന് സാക്ഷ്യം പറയുന്നുണ്ട്. അങ്ങനെ ആ ആസ്തി, നമ്മുടെ സ്പിരിച്വൽ ആധ്യാത്മിക ആസ്തി വളർന്നപ്പോഴാണ്, ഈശോയോടുള്ള ആ ഒരു സ്നേഹം ബന്ധപ്പെടൽ ആഴപ്പെട്ടപ്പോഴാണ് പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് വേണ്ടിയുള്ള ഒരു ഗ്രീൻ സിഗ്നൽ കൊടുക്കാൻ അജിയുടെ എല്ലാ റിപ്പോർട്ടും റെഡിയായപ്പോഴാണ് മകളുടെ എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്നായത്. പരിശുദ്ധ അമ്മ വളരെ വേഗത്തിലാണ്, കാറ്റിൻ്റെ വേഗതയിലാണ് അമ്മ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ഉടമ്പടിയെടുത്ത മക്കൾക്ക് ഒട്ടും തന്നെ ഭയപ്പെടേണ്ടതില്ല. എത്ര വലിയ ജീവിത പ്രശ്നങ്ങളായാലും പരിശുദ്ധ അമ്മ നമ്മൾ തോൽക്കുമെന്നുറപ്പുള്ള കാര്യങ്ങൾ പോലും പരിശുദ്ധ അമ്മയാണ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നത്. അജി സനീഷിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ ജീവിത ഭാരങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.